ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൻഡ് PSC. ഇന്ന് നമ്മളുടെ 21 ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിൻ്റെ 19ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് സയൻറ്റിഫിക് ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാം നിഷ്പ്രയാസം നേടാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു പരീക്ഷയിൽ തോറ്റത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കഴിവില്ല എന്നല്ല അർത്ഥം. അങ്ങനെയല്ല, അത് ഒരിക്കലുമല്ല. നിങ്ങളുടെ തോൽവിക്ക് കാരണം നിങ്ങളുടെ തലച്ചോറിൻ്റെ കഴിവില്ലായ്മയല്ല, മറിച്ച് നിങ്ങൾ പഠിക്കുന്ന രീതി തെറ്റായതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള തെറ്റുകളൊന്നും ഇല്ലാതെ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ആദ്യമേ തന്നെ പ്രിലിംസ് പരീക്ഷകൾ പാസ്സാവാൻ സാധിച്ചത്. ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഉപയോഗിച്ച ആ ശാസ്ത്രീയ വഴികൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് 100% വിവരങ്ങളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കാൻ സാധിച്ചാലോ? നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യവും പരീക്ഷാ ഹാളിൽ ഒരു സംശയവുമില്ലാതെ ഓർത്തെടുക്കാൻ കഴിഞ്ഞാലോ? ഇതൊരു മാന്ത്രിക വിദ്യയല്ല, ഇത് വെറും കാണാതെ പഠിക്കലുമല്ല. നമ്മുടെ തലച്ചോറ് എങ്ങനെ പഠിക്കുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ രൂപപ്പെടുത്തിയ ഒരു ശാസ്ത്രീയമായ പഠന രീതിയാണ്. ഇത് എൻ്റെ ജീവിതം മാറ്റിമറിച്ചതുപോലെ നിങ്ങളുടെ പഠനത്തെയും മാറ്റിമറിക്കും. ഈ വീഡിയോ മുഴുവൻ കാണൂ, ആ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. പലരും പഠിക്കുന്നത് ഒരു പുസ്തകം വായിക്കുന്നത് പോലെയാണ്. നമ്മൾ ഒരു അധ്യായം മുഴുവൻ വായിക്കുന്നു, എന്നിട്ട് അത് മനസ്സിലായി എന്ന് വിചാരിച്ച് അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നു. പക്ഷേ ഈ രീതി നമ്മുടെ തലച്ചോറിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ ഒരു കാര്യം വായിക്കുമ്പോൾ അത് നമ്മുടെ ഓർമ്മയിലേക്ക് എത്താൻ തുടങ്ങും. പക്ഷേ അത് നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ വളരെ വേഗം അത് മറന്നു പോകും. വെറും 1 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒരു സ്ഥലം കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആ സ്ഥലത്തിൻ്റെ വഴി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. വെറുതെ വീണ്ടും വീണ്ടും വായിക്കുന്നത് വെറും സമയം കളയൽ മാത്രമാണ്. ഈ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ആക്റ്റീവ് റീകോൾ അഥവാ ഓർത്തെടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പുസ്തകം അടച്ചു വെക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇതിലെ പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയാണ് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കാത്തത് എന്ന് മനസ്സിലാക്കി ആ ഭാഗം മാത്രം വീണ്ടും പഠിച്ചു. ഇങ്ങനെ ചെയ്തത് ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ തലച്ചോറിൽ ഉറപ്പിക്കാൻ സഹായിച്ചു. പഠിച്ചത് ഓർമ്മയിൽ വെക്കാൻ മറ്റൊരു രീതിയാണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ അഥവാ ഇടവിട്ടുള്ള ആവർത്തിച്ച പഠനം. ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ്, പിന്നെ 3 ദിവസം കഴിഞ്ഞ്, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ്, വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ റിവൈസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഈ ഇടവേളകളിൽ റിവൈസ് ചെയ്യുന്നത് ഒരു വിഷയത്തെ നമ്മുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. പരീക്ഷാ വിജയത്തിന് എന്നെ സഹായിച്ച മറ്റൊരു രീതിയാണ് ഫോക്കസ് സ്റ്റഡി എന്നുള്ളത്. നമ്മൾ മണിക്കൂറുകളോളം തുടർച്ചയായി പഠിക്കാതെ ഒരു 25 മിനിറ്റ് ശ്രദ്ധയോടെ പഠിക്കുകയും 5 മിനിറ്റ് ഇടവേള എടുക്കുകയും ചെയ്യുക. ഇതിനെ പൊമോഡോറോ ടെക്നിക് എന്നാണ് പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. എൻ്റെ ശ്രദ്ധ കൂട്ടാനും മടുപ്പില്ലാതെ ഒരുപാട് നേരം പഠിക്കാനും എന്നെ സഹായിച്ചത് ഈ പൊമോഡോറോ ടെക്നിക്കുകളാണ്. എൻ്റെ പഠന പുരോഗതിയും പഠന രീതികളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഞാനൊരു നോട്ട് ബുക്ക് ഉണ്ടാക്കിയിരുന്നു. ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ അതിൽ എഴുതി വെക്കുകയും ഓരോ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോഴും തെറ്റുന്ന ചോദ്യങ്ങൾ ഞാൻ ആ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുകയും ചെയ്തു. ആ തെറ്റുകളിൽ നിന്നാണ് ഞാൻ കൂടുതൽ പഠിച്ചത്. ഈ രീതിയിൽ ഞാൻ എൻ്റെ പഠനം ചിട്ടപ്പെടുത്തി. ആദ്യം ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതൊരു ശീലമായി മാറി. എൻ്റെ പഠനം കൂടുതൽ ഫലപ്രദമായി. മറ്റൊരു കാര്യം പറയാം, നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് മാറും. അങ്ങനെ ഞാൻ യൂട്യൂബിൽ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 21 ഡേ കൺസിസ്റ്റൻസി ചാലഞ്ച്. ഇപ്പോൾ നമ്മുടെ 19 ഡേ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ 21 ദിവസം കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 21 ഡേ കൺസിസ്റ്റൻസി ചാലഞ്ച് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എൻ്റെ ഈ അനുഭവം നിങ്ങൾക്കും ഒരു പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര സമയം പഠിക്കുന്നു എന്നതിലല്ല, എത്ര ശാസ്ത്രീയമായി പഠിക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയം. നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ വിശ്വസിക്കുക. ഈ രീതിയിൽ ഒരു പടി മുന്നോട്ട് വെച്ച് പഠിച്ചു നോക്കൂ. നിങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹായമാകുമെന്ന് തോന്നുമെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോയ്ക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.